നമുക്കിന്നൊരു കടായി ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിനായി 2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കിയെടുത്ത ചിക്കനിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാം. അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കുക. റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് വറുക്കാനെടുക്കാം. ചിക്കൻ വറുക്കാനുള്ള പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ഗ്യാസ് ഓൺ ആക്കാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ കോരിയിടാം. ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചിടാം. എന്നിട്ട് ബാലൻസ് ഇരിക്കുന്ന ചിക്കനും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത ചിക്കൻ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യമായ തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്തു കോരിയ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് എന്നിവയിട്ട് നന്നായി വഴറ്റാം. സവാളയും പച്ചമുളകൊക്കെ ഒന്ന് എളുപ്പം വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കനിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ എടുത്ത് വെക്കുക. ഇതിലേക്ക് മസാല കൂട്ടുകളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മസാലയെല്ലാം നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ലോ ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പസമയം കൂടി അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കടായി ചിക്കൻ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.